പേടി ഇപ്പം ഏറെക്കുറെ റിസൾട്ടിന്റെ സമയമായി തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ ഡേറ്റ്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പോൾ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ കേസിലേക്ക് നോക്കിയാൽ അവർക്ക് May 15 റിസൾട്ട് എന്തായാലും വരും. അതേപോലെ +2 പിള്ളേരുടെ കേസിലേക്ക് നോക്കിയാൽ 22 അവർ റിസൾട്ട് വരാം. ഇതൊന്നുമല്ല, +1 സ്റ്റുഡൻസിൻ്റെ കേസിലേക്ക് നോക്കിയാൽ ഏകദേശം June 10 കൂടി അവർ റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിമ്മി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ റിസൾട്ട് വരാനാകുമ്പോൾ പല കുട്ടികളും ഡേറ്റ് കേൾക്കുമ്പോൾ ടെൻഷൻ വരാൻ തുടങ്ങും. അപ്പോൾ ചില കുട്ടികളെ കേസിലേക്ക് നോക്കുമ്പോൾ അവർ കോൺഫിഡൻ്റ് ആയിരിക്കും, ബട്ട് എങ്കിലും അവർക്കുള്ളിലൊരു പേടിയാണ്. പാരൻസ് അങ്ങനെ പറയുമോ, അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തുമോ, അല്ലെങ്കിൽ മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിന് കുറഞ്ഞു, അങ്ങനെ പല പേടികളും ഉണ്ടാവും. സോ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കുട്ടികളോടും പാരൻസിനോടും നിമി മിസ്സിന് പറയാനുള്ളത്? ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിനോട് തന്നെയാണ്. റിസൾട്ട് ഓൾറെഡി മക്കൾ പരീക്ഷ എഴുതി കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ റിസൾട്ട് എന്നുള്ളത് അവർ എഴുതിയത് വെച്ചിട്ടുള്ള സാധനമായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികളെ വെച്ചിട്ട് അവരെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. പിന്നെ കുട്ടികളായാലും ഉണ്ട്, നമ്മൾ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല എന്ന് ഒക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും എന്താണ്, നിങ്ങൾ അങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് റിവാലുവേഷനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് മാർക്ക് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം റിസൾട്ടിനെ ആരും അധികം പേടിച്ചിരിക്കേണ്ട. എൻ്റെ അമ്മ എപ്പോഴും പറയും, എഴുതിയതിനുള്ള മാർക്കല്ലേ കിട്ടുള്ളൂ, ഇപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളൊരു സാധനം. അപ്പം ടെൻഷൻ വേണ്ട, നമ്മൾ റിസൾട്ട് നമുക്ക് വരുന്ന പോലെ നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. സാർക്ക് എന്താ പറയാനുള്ളത്? സെയിം ഇതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ബട്ട് ഞാൻ കണ്ടുവരുന്നൊരു പ്രവണത എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം പല കുട്ടികളും ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് +1 വരുന്ന പിള്ളേരെ കേസിലേക്ക് നോക്കിയാൽ അവർ കൊമേഴ്സ് എടുക്കുന്നു, സയൻസ് എടുക്കും, ഹ്യൂമാനിറ്റീസ് എടുക്കും തീരുമാനിക്കൽ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രണ്ട്സാണ്. ഓക്കെ, അവർ 4 പേരും കൊമേഴ്സ് എടുത്തു, എന്നാൽ ഞാനും കൊമേഴ്സ് എടുത്തേക്കാം പറയുമ്പോൾ ഈ ചെക്കൻക്ക് ഫിസിക്സും കെമിസ്ട്രിയും കണ്ടിന്യായിരിക്കും, മാത്സിലൊക്കെ പുള്ളിയായിരിക്കും, വെറും പുള്ളിയല്ല വേറെ ലെവൽ പുള്ളി. അപ്പം പിള്ളേർ ഇത്രയും കഴിവുള്ള ആളുകൾ ചിലപ്പോൾ എന്തെന്ന് വെച്ചിട്ടാണെങ്കിൽ പല കോഴ്സും മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ടു ബി ഹോണസ്റ്റ്ലി, ഇപ്പോൾ ഞാൻ കുറച്ച് കൊല്ലങ്ങളായി കണ്ടുവരുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ 10th ഫുൾ A+ വാങ്ങിയ അധിക കുട്ടികളും ആഗ്രഹം CA ആവണമെന്നായിരിക്കും. ഓക്കെ, ACCA ക്രാക്ക് ചെയ്യുന്നതൊക്കെ ആഗ്രഹം ഉണ്ടാവാം, അതിലെ പൊട്ടൻഷ്യലും കുട്ടിക്ക് ഉണ്ടാവും. ബട്ട് കുട്ടി ചെയ്യുന്ന കാര്യം എന്തായിരിക്കും, ഫ്രണ്ട്സ് എല്ലാവരും സയൻസാണ്, എന്നാൽ പിന്നെ ഞാനും സയൻസ് എടുത്തേക്കാം എന്ന് ചിന്തിച്ചു പോകുന്ന പല കുട്ടികളുമുണ്ട്. അപ്പോൾ എനിക്ക് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളെ ചുറ്റുപാടും, അതായത് നിങ്ങളെ ഫ്രണ്ട്സും അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സും നിങ്ങളോട് പറയാണ് അതെടുത്തോ, ഈ കോഴ്സ് പഠിച്ചോ, ഇങ്ങനെ ചെയ്തോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ, നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്താണോ, നിങ്ങളുടെ അഭിരുചി എന്താണോ, അതിനനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ്. നാട്ടുകാർ പറയുന്ന കോഴ്സ് എടുക്കാണ്ട് നമുക്ക് എന്താണോ ഇഷ്ടം, നമ്മൾ ഇഷ്ടപ്പെട്ട മേഖല ഏതാണ്, അതിനനുസരിച്ച് ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. 10th കഴിഞ്ഞ് അലോട്ട്മെന്റ് കൊടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അതേപോലെ തന്നെ ഏത് സ്കൂളിൽ പഠിക്കണം, ഏത് കോഴ്സ് കോഡാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് പ്രോസസ്സൊക്കെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും. അപ്പം അതിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതും വളരെ നല്ലതായിരിക്കും. അതെ, തീർച്ചയായും. സോ മക്കളെ, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. സോ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്.